ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ സിംഗിൾ മല്ലൂസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണ കാര്യം എനിക്ക് ഈ ജോലി എങ്ങനെ കിട്ടി എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഇത്ര നാളും ഓടിയിടുന്നിട്ട് ഇതെങ്ങനെയാണ് ഇത് ഒപ്പിച്ചെടുത്തത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഞാനാണെങ്കിലും ഈ ആരാണെങ്കിലും ഈ എല്ലാവരെയും പോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ടാണ് നമ്മൾ ഈ ബഹ്റൈനിൽ വന്ന് കാലുകുത്തിയത്. ഏപ്രിൽ 14 ആ സമയത്ത് എപ്പോഴാണ് ടൈം വന്നത്. നിങ്ങൾ ഫുള്ള് കേൾക്കണം. ഇതിനകത്ത് ജോലി അന്വേഷിക്കുന്ന ആൾക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കേൾക്കണം. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, സകല സംഭവങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, GCCയിലുള്ള ഈ ജോലി അന്വേഷിച്ചുള്ളവരൊന്നും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടോളണം കേട്ടോ. ഓക്കെ, ഒരു കാര്യം ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, ഈ എൻ്റെ വിചാരം ഈ 12 വർഷത്തെ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്നെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോകുന്നുണ്ടോ ഞാൻ വിചാരിച്ചത്. എന്നെ കാക്ക കൊത്താഞ്ഞത് ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. സകല സ്ഥലത്തും നമ്മൾ കാണുന്ന ആൾക്കാരുടെ അടുത്തും മലയാളികളുടെ ഒക്കെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഒരു സിവിൽ എഞ്ചിനീയറാണ്, എന്തെങ്കിലും വേക്കൻസി ഉണ്ട് ഈ പറഞ്ഞോട്ടോ. അതിപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണെങ്കിലും അല്ലെങ്കിലും അവരെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരോടും ഞാൻ പറഞ്ഞു വിടുന്നു. പറഞ്ഞ് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി സംബന്ധമായിട്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അവരോടൊക്കെ പറയുമായിരുന്നു എന്തെങ്കിലും എഞ്ചിനീയറിംഗ് വേക്കൻസി ഉണ്ടെങ്കിൽ പറയണം. പലരും പല 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 ഐഡിയാസുമാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഓപ്പൺ സൂക്ക് എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ ഇന്ത്യയിലെ OLX പോലെ. ചിലർ പറഞ്ഞു ഓപ്പൺ സൂക്കിൽ നോക്കാൻ പറഞ്ഞു. മറ്റു ചിലർ മറ്റേ ഡുബിസൽ ഇൻ ബഹ്റിൻ. ഡുബിസൽ സാറിന് UAE ആണ് എല്ലാവരും സെർച്ച് ചെയ്യാറ്. ഇത് ഡുബിസൽ ഇൻ ബഹ്റിനിലുള്ള ഡുബിസൽ സെർച്ച് ചെയ്യുക. അതിനകത്ത് ഒരുപാട് ജോബ് ഓഫറുകൾ വരാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബഹ്റിൻ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ 2-3 സൈറ്റുകൾ, വേറെ 2-3 ആപ്പുകൾ, മൊബൈൽ ആപ്പുകൾ. അങ്ങനെ കൈ കിട്ടിയ എല്ലാ സൈറ്റുകളും, പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ശരി ജോബ് സൈറ്റ്സ് ഇൻ ബഹ്റിൻ എന്ന് കൊടുത്തിട്ട് ഉള്ള എല്ലാ ബഹ്റിനുള്ള സകലമാന ജോയിൻ സൈറ്റുകളും ഒക്കെ കയറി ഞാൻ ജോയിൻ ചെയ്ത് എല്ലാത്തിൽ നിന്നും ഇങ്ങനെ അന്വേഷണം ഉണ്ടോ ഫുള്ള് എൻ്റെ ഫീൽഡുമായിട്ട് നോക്കി അതിന് പറ്റിയ ഫുൾ അന്വേഷണങ്ങളാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വല്ലപ്പോഴും ചെറിയ എന്തെങ്കിലും ആഡ് എൻ്റെ പ്രൊഫഷനായിട്ട് വന്നു എന്ന് വേണ്ടി പറയാം. അല്ലാതെ അങ്ങനെ എപ്പോഴും സ്ഥിരമായിട്ട് നമ്മൾ ഡെയിലി തപ്പുമ്പോഴൊന്നും ഇത് അങ്ങനെയുള്ള നമുക്ക് പറ്റിയിട്ടുള്ള ജോലികളൊന്നും കിട്ടാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആകെ ടെൻഷനാണ്. കാരണം ടെൻഷൻ എന്ന് പറഞ്ഞാൽ 90 ദിവസം ഉണ്ടെങ്കിലും, കാരണം ഇവിടെ ഒന്ന് നിന്ന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചിലവാണ്. 90 ദിവസം വിസ ആയതുകൊണ്ട് 90 ദിവസം കൊണ്ട് തന്നെ ജോബ് ആക്കുകയും വേണം. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല, അന്വേഷിച്ചാൽ മാത്രം പോരാ, അന്വേഷണം ഒരു കടുപ്പിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നിട്ടോ. അങ്ങനെ ഒരു പൊട്ടയാണെങ്കിലും ഒരു പഴയ ഹോണ്ട ആക്റ്റീവ നമുക്ക് നാട്ടിലുണ്ടായിരുന്നതാണ്. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുവരെ വിറ്റിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി ജോലിയില്ലാതെ നാട്ടിൽ പോണ കാര്യം ഓർത്താൽ തന്നെ ഭ്രാന്താവും. ഇനി വണ്ടിയിലോ ഒന്നുമില്ല, ഇനി ബസ്സിലൊക്കെ കയറി ഇറങ്ങി നടക്കണ്ടേ. ഇനി കം ടു ദി പോയിന്റ്. കുറച്ച് നാൾ ഇവിടെ വന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ എടുത്തിട്ട് ഇവിടെ ഏതൊക്കെ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടെന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആ കമ്പനിയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് നമ്മൾ റെസ്യൂം കൊടുക്കാൻ തുടങ്ങി. ഈ നേരിട്ട് നമ്മൾ പോയി അവിടെ പോയി റെസ്യൂം കൊടുക്കുന്നതിൻ്റെ പവറൊന്നും ഈ മെയിൽ ചെയ്താൽ കിട്ടില്ല. അതൊരു സത്യാവസ്ഥ തന്നെയാണ്. ഈ വേക്കൻസി ഉള്ള കമ്പനിയിൽ നമ്മൾ റെസ്യൂം അയച്ചിട്ട് റിപ്ലൈ ഇല്ല. അപ്പോൾ പിന്നെ വേക്കൻസി പോലും ഇല്ലാത്ത കമ്പനി നമ്മൾ ഗൂഗിളായിട്ട് തപ്പിപ്പിടിച്ച് അവിടെ പോയി റെസ്യൂം കൊടുത്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഞാനൊരു 8 റെസ്യൂം കോപ്പിയായിട്ടാണ് വന്നത്. എൻ്റെ റെസ്യൂം ഒരു 3 പേജുണ്ട്. അങ്ങനെ 3 പേജും അറ്റാച്ച് ചെയ്തിട്ട് ഒരു 10-50 സ്ഥലത്ത് കൊടുക്കാൻ പാകത്തിന് വലിയൊരു 8 റെസ്യൂമായിട്ട് വന്നത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫോട്ടോ കോപ്പി എടുക്കാനൊക്കെ ആയിട്ട് എത്ര കാശാണെന്ന് അറിയില്ല. നല്ല കാശാണ്, നല്ല എക്സ്പെൻസാണ് ഇവിടെ. സാലറി ഇല്ലെന്നേ ഉള്ളൂ, നല്ല എക്സ്പെൻസാണ്. കമ്പനികളിൽ കയറിയിറങ്ങി, എല്ലാ കമ്പനിയിലും കയറിയിറങ്ങി സാധനം കൊടുക്കാൻ തുടങ്ങി. ഈ സകലമാന കമ്പനിയിലും കയറിയിറങ്ങി സാധനം കൊടുക്കാൻ ഒരു ഗുണമില്ലാന്ന് മനസ്സിലായി. കാരണം ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും റെസ്യൂമൊക്കെ വാങ്ങി വയ്ക്കും. വിളിക്കാം, നോക്കട്ടെ, ഈ റെസ്യൂം ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കട്ടെ, എന്നിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ തുടങ്ങി. 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സാലറി കൂടുതൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണ്ടോ എന്ന് അവർ വിചാരിച്ചിട്ട് പലരും വിളിക്കാണ്ടിരിക്കുമോ എന്നുള്ള പേടി കാരണം കൊണ്ട് ഈ റെസ്യൂമിലും കവർ ലെറ്ററിലൊക്കെ നമ്മൾ ഈ മെൻഷൻ ചെയ്യാൻ തുടങ്ങി. സാലറി ഒരു വിഷയമല്ല, ജോബാണ് പ്രധാനം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ആരും റെസ്യൂമിൽ മെൻഷൻ ചെയ്യരുത്. കാരണം അങ്ങനെ മെൻഷൻ ചെയ്താൽ തന്നെ അതൊരു നെഗറ്റീവാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല.
ഞാൻ സാലറി കൂടുതൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യേണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇവർ വിളിക്കാണ്ടിരിക്കുമെന്ന് ഓർത്ത് പേടിച്ചിട്ട് ഞാൻ അതൊക്കെ ഈ റെസ്യൂമിലും കവർ ലെറ്ററിലൊക്കെ മെൻഷൻ ചെയ്യാൻ തുടങ്ങി. ഈ മെൻഷൻ ചെയ്ത് ഈ റെസ്യൂം മെയിൽ അയക്കുമ്പോഴാണെങ്കിലും നേരിട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും ഇവർ ഏതെങ്കിലും ഒരാൾ വേക്കൻസി ഉണ്ടെന്നോ ഇല്ലെന്നോ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ച് വിളിക്കണ്ടേ? അതുപോലുമില്ല. ഈ റെസ്യൂം വാങ്ങി വയ്ക്കുന്നവരാണെങ്കിൽ ഇത് തുറന്നു പോലും നോക്കണില്ല. തുറന്നു നോക്കി കണ്ടു കഴിഞ്ഞാലുള്ള സാലറി കുറവുണ്ട് എന്നുള്ളത് അവർക്ക് കാണാൻ പറ്റുള്ളൂ. അവരതുപോലും നോക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം. അവർ നോക്കില്ല. ഇവിടെ വേക്കൻസി ഇല്ല, ഒരു മാങ്ങാത്തൊലിയില്ല, കടന്നു പോടാ പുറത്തുനിന്ന് പറയണതിന് പകരമായിട്ട് അവരൊരു ചെറിയൊരു പുഞ്ചിരിയൊക്കെ ആയിട്ട് ചെറിയ ചിരിയൊക്കെ ആയിട്ട് നമ്മൾ സാധനം വാങ്ങിച്ചു വയ്ക്കും. നോക്കിയിട്ട് വിളിക്കാട്ടോ, അല്ലെങ്കിൽ MD വരട്ടെ, MD വന്നിട്ട് ഞാൻ കാര്യമായിട്ട് തന്നെ പറയാം എന്നൊക്കെ പറയും. ചിലപ്പോൾ ഈ എന്നോട് പറഞ്ഞിട്ടുള്ള പലരിലും അവർ തന്നെയായിരുന്നു MD. അവർക്ക് മുഖത്ത് നോക്കിയിട്ട് ജോലി തരാൻ പറ്റില്ല എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അവരെന്ത് ചെയ്തു, MD വരട്ടെ കേട്ടോ, MD വന്നിട്ട് ഞാൻ സംസാരിക്കും. ഞാൻ താഴെ റിസപ്ഷനിൽ വന്നിട്ട് MD എവിടെയെങ്കിലും പുറത്തു പോയതാണോ എന്നാ പുള്ളി വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ താഴെ റിസപ്ഷനിലുള്ള അവർ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ പോയി കണ്ടത് തന്നെയാണ് MD, എന്തേ പുള്ളി എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കും. നമ്മളൊന്നും മിണ്ടാണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്യും. മറ്റ് ചിലരാണെങ്കിൽ നമ്മളോട് പറയും, ഇവിടെ ഉള്ളവർക്ക് മറ്റ് കമ്പനിയിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ നമ്മളോട് തുറന്നു പറയും, ഇവിടെ ഉള്ളവർക്ക് തന്നെ ശമ്പളം കറക്റ്റായിട്ട് കിട്ടണമല്ലോ, അപ്പോഴാണ് പുതിയ എഞ്ചിനീയർ. എനിക്കാണെങ്കിൽ ഫുള്ള് ടെൻഷനായി, എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും നെഗറ്റീവൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിക്കണ കാരണം കൊണ്ട് ആകെ ടെൻഷനായി. എനിക്കാണെങ്കിൽ ഈ ജോലി തരുന്നതുമായിട്ട് സംബന്ധിച്ച് അവർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഫുള്ള് നെഗറ്റീവാണ്. ഫുള്ള് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നെഗറ്റീവ് നമ്പർ 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്ലെക്സി വിസ അല്ല എന്നുള്ളതാണ്. ഫ്ലെക്സി വിസ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സി വിസ ആണെങ്കിലാണ് ജോലി അന്വേഷിച്ച് വരുമ്പോൾ നമുക്ക് അവർ ജോലി തരാൻ തയ്യാറാണെങ്കിൽ പെട്ടെന്ന് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ മാറി നമുക്ക് അവരുടെ കമ്പനിയിലേക്ക് ജോലി ചെയ്യാനുള്ള സെറ്റപ്പുള്ളൂ. ഈ വിസിറ്റ് വിസയിൽ അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല. ഇവർ വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അവർ 3 മാസം എത്ര ദിവസത്തെ വിസിറ്റാണ് എടുത്തത് അത് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് നിർബന്ധമായിട്ടും പോകണം. അതാണ് നിയമം. ഈ എൻ്റെ ആണെങ്കിൽ ഫ്ലെക്സി വിസ അല്ല. അങ്ങനെ ഈ ഫ്ലെക്സി വിസ എൻ്റെ വിസയിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവർ ഓഫർ ലെറ്റർ തന്ന് ഞാൻ നാട്ടിൽ പോയി മെഡിക്കൽ എടുത്ത് അയച്ചു കൊടുക്കണം. അതിന് ശേഷം 25 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാലാണ് അവർക്ക് വിസ സാങ്ഷനാക്കി കിട്ടുള്ളൂ. അത് മാത്രമല്ല കമ്പനിക്കും പണിയുണ്ട്. ഈ വിസയിൽ വരുമ്പോൾ ഈ കമ്പനിക്കാർ പത്രത്തിൽ പരസ്യം കൊടുക്കണം, ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ കമ്പനിക്കാർ 1 മാസത്തോളം പരസ്യം കൊടുക്കണം. കമ്പനിക്കാർക്കും പണിയുണ്ട്. ബിക്കോസ് അതൊരു റൂളാണ്. ചിലപ്പോൾ ഇവിടെയുള്ള അറബികൾക്ക് ആരെങ്കിലും ഈ വേക്കൻസിയിൽ ജോലി അന്വേഷണം എടുപ്പുണ്ടോയെന്നോ എന്നൊക്കെ അറിയാനും, പിന്നെ ഈ രാജ്യത്ത് തന്നെയുള്ള വിദേശികൾ ഈ ജോലിനെ അന്വേഷിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാനും കൂടിയൊക്കെ ആയിട്ട് അതും അവർക്കൊരു ഗുണമാണല്ലോ. അങ്ങനെ ഈ രാജ്യത്തുള്ളവർക്ക് ഈ കാറ്റഗറിയിലൊരു ജോലി അന്വേഷിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഉള്ളൊരു റൂളാണ്. അപ്പോൾ ഈ റൂൾ കൊണ്ട് നിങ്ങൾക്ക് വേറൊരു കാര്യം ഇപ്പോൾ മനസ്സിലായി കാണും. എന്താ അത്? ഈ പേപ്പറിൽ പരസ്യം കണ്ടാൽ അത് എല്ലാ പരസ്യവും ഇതുപോലെ ആളെ കണ്ടു വച്ചിട്ടാണ് അവർ പരസ്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പേപ്പറിൽ പരസ്യം നോക്കി ജോലി അന്വേഷിക്കുന്ന ഒരുപാട് പേര് ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടോ. അത് കണ്ടിട്ട് ഇനി അവരായിട്ട് പേപ്പർ വായിക്കാതിരിക്കുകയും ഇനി അങ്ങനെയുള്ള ജോലി അന്വേഷിക്കേണ്ടെന്ന് വിചാരിക്കാൻ വേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങനെ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഇനി എൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് എവിടുന്ന് വന്നവൻ ഇവൻ്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് ഇനി പേപ്പർ വായന നിർത്തി പേപ്പറിലുള്ള പരസ്യം നോക്കാതെ ഇരിക്കണ്ട. വിസിറ്റ് വിസയിൽ വന്ന് ജോലി അന്വേഷിച്ച് അത് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റൂളുണ്ട്, ഈ പേപ്പറിൽ പരസ്യം കൊടുക്കുക എന്നുള്ള റൂളുണ്ട്. അതെല്ലാവരും പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇനി നമുക്ക് പോയിന്റിലേക്ക് വരാം. എൻ്റെ നെഗറ്റീവ് നമ്പർ 2, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയറാണ്. കഴിഞ്ഞ വർഷം എക്സ്പയറായി. ഈ ഡിവോഴ്സും വീട് ബാങ്ക് ജപ്തിയും ഈ കോവിഡ് ആയപ്പോൾ ഒരുപാട് പേരെ ജോലി നഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഞാൻ. ഇടിവെട്ട് കൊണ്ടവനെ പാമ്പും കടിച്ചു, പശുവും കുത്തി, പട്ടി ഓടിച്ചു എന്ന് പറഞ്ഞൊരവസ്ഥ. ഈ ഉമ്മേനെയും വല്യമ്മേനെയൊക്കെ കൊണ്ട് ഇനി വേറെ വാടക വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം, വാടക വീട്ടിലേക്ക് താമസം മാറണം, ഷിഫ്റ്റ് ചെയ്യണം. ഈ ആൾക്കാരുടെ പരിഹാസം, പുച്ഛം ഇതൊക്കെ ഏറ്റുവാങ്ങണം കൂടെ. അപ്പോൾ ഈ ലൈസൻസിൻ്റെ എക്സ്പയർ ആവാനുള്ള ഡേറ്റോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും മൈൻഡിൽ ഉണ്ടായേ ഇല്ല.
തോന്നുകയില്ല. കാരണം അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഈ എൻജിനീയറിംഗ് ജോബിൽ കയറുമ്പോൾ GCC ഡ്രൈവിംഗ് ലൈസൻസ് മസ്റ്റാണ് കേട്ടോ. അത് ഒരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. പിന്നെ ഇനി അടുത്തത് നെഗറ്റീവ് നമ്പർ 3. നമ്മൾ ഈ ജോലി അന്വേഷിച്ച് പോണത് കാറിൽ AC ഒക്കെ ഇട്ട് ഫുള്ള് ചില്ലായിട്ട് കമ്പനിയുടെ മുമ്പിൽ നല്ല ഫ്രഷായിട്ട് അങ്ങനെയൊക്കെയാണ് പോവേണ്ടത്. നമ്മൾ പോണത് അങ്ങനെയൊന്നുമല്ലല്ലോ. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിവിടെ എന്നെ സഹായിക്കുന്ന ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് പോലും ഇല്ലെന്നുള്ളതാണ്. മാത്രമല്ല എൻ്റെ യാത്ര ഫുള്ള് ബസ്സിലാണ്. ടാക്സിയും ബസ്സും കാര്യങ്ങളൊക്കെയാണ്, മാക്സിമം ബസ്. അതെൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. യാത്രയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാറ്. ബസ് ജോലി അന്വേഷിച്ച് പോകുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ജോലി വേക്കൻസി ഉള്ള സ്ഥലം എടപ്പള്ളിയാണെന്ന് വെച്ചാൽ, എറണാകുളത്ത് എടപ്പള്ളിയാണെന്ന് വെച്ചാൽ, എന്നാൽ ബസ് ഉള്ളത് ചിലപ്പോൾ കളമശ്ശേരി വരെ കാണും, അല്ലെങ്കിൽ കളമശ്ശേരിയിൽ നിന്ന് വേറെ റൂട്ടിലേക്ക് തിരിഞ്ഞു പോകും. അത് കഴിഞ്ഞ് നമ്മൾ നടക്കണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളിങ്ങനെ ചോദിച്ച് പോകണം. കാരണം നമ്മളിവിടെ വിസിറ്റിങ്ങിൽ വന്നേക്കുന്നതാണല്ലോ, നമുക്ക് ഈ സ്ഥലവും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എൻ്റെ പൊന്നു മക്കളെ, ഇവിടുത്തെ ചൂട് എന്താ ഹാലെന്നറിയാമോ? ഈ രാവിലെ ടോയ്ലറ്റിലൊക്കെ രാവിലെ 6 മണിക്ക് മുമ്പേ പോയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം നല്ല തിളച്ച വെള്ളമായിരിക്കും. സകല സാധനം പുളി പോവും. എന്നാൽ 6 മണിക്ക് വരുന്ന വെള്ളം നല്ല മൃദു, 6 മണി വരെ നല്ല മൃദു എന്നല്ലാട്ടോ ഉദ്ദേശിച്ചത്. നമ്മൾ ഓർഡർ ചെയ്തത് ഓംലേറ്റ് ആണെങ്കിൽ കിട്ടണത് പുളിച്ചരിയായിരിക്കും. അതാണ് ഈ രാവിലെ 6 മണിയുടെ ഒരവസ്ഥ. ഇനി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരാം. അങ്ങനെ നമ്മൾ ഈ കളമശ്ശേരി ഇറങ്ങി എടപ്പള്ളി വരെ പോണ ദൂരം മിക്കപ്പോഴും അതായത് ഇത്രയും ദൂരങ്ങൾ വരെ മിക്കപ്പോഴും എൻ്റെ ലൈഫ് ഈ യാത്രകളുണ്ടായിട്ടുണ്ട്. വളരെ ചുരുക്കം സ്ഥലത്ത് മാത്രമാണ് ഈ ബസ് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ ആയിട്ട് നടന്നെത്താൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ, ബസ് സ്റ്റോപ്പാണ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം സ്ഥലം ഉണ്ടാവുള്ളൂ. നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി ഒരു ടൈം വലിച്ചു കയറ്റി ഈ കണ്ട ദൂരം മുഴുവൻ നടന്ന് അവിടെ എത്തുമ്പോൾ ഏതവസ്ഥയിലായിരിക്കും എന്നുള്ളത് ഞാൻ പറയണില്ല, നിങ്ങൾ ഊഹിച്ചാൽ മതി. എൻ്റെ ഈ കോലം കണ്ടിട്ട് ആരും ജോലി തരില്ലാന്ന് എനിക്ക് തന്നെ ഉറപ്പായിരുന്നു. പിന്നെ കമ്പനി കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നെഗറ്റീവ് നമ്പർ 3 ആണ്, ഈ ഫ്രഷിൻ്റെ കാര്യം. നമ്മളെപ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളെവിടെയും ചെല്ലുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിരിക്കണം. അവസ്ഥകളാണ് ഓരോരുത്തരുടെയും, അല്ലാതെ നമ്മളങ്ങനെ മുഷിഞ്ഞങ്ങോട്ട് കയറി ചെള്ളെന്ന് ഓർത്ത് പോകണതല്ല, നമ്മളുടെ ഓരോ അവസ്ഥകളാണ്. അപ്പോൾ അതാണ് ആ നമ്പർ 3യുടെ അവസ്ഥ. നമ്പർ 4 പറയണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ഞാൻ പറയാം. ഗൈസ്, എൻ്റെ ന്യൂ ചാനലായതുകൊണ്ട് ഈ വീഡിയോസ് ലെങ്ത്തിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം 3-4 വെരിഫിക്കേഷനൊക്കെ ഉണ്ട് ഈ യൂട്യൂബിന്, ഈ ചാനൽ തുടങ്ങുമ്പോഴൊക്കെ. അല്ലാണ്ട് 1-2 കഴിഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അത് കാരണം വീഡിയോസിൻ്റെ ലെങ്ത്തിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷനും ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു സെക്കൻഡ് പാർട്ടായിട്ടൊരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ബാക്കി, കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ സ്റ്റോറി ബാക്കി കേൾക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം അത് നിങ്ങൾ എൻ്റെ ഓരോ ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി. ധൈര്യമായിട്ട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ തീർച്ചയായും എനിക്ക് റിപ്ലൈ ചെയ്യാം. ഇനി എൻ്റെ ശത്രുക്കളാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ, അത് ഞാൻ ആരാന്നറിയാൻ വയ്യാത്തതുകൊണ്ടും എന്നെ ആരും കാണാത്തതുകൊണ്ടും ശത്രുക്കൾ ഇതിൽ വരാൻ ചാൻസ് ഇല്ല. എന്നിരുന്നാലും ശത്രുക്കളാരും കാണുന്നുണ്ടെങ്കിലേ ഈ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കാശൊന്നും കിട്ടുന്നില്ല കേട്ടോ. എനിക്കതിലുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് അത്യാവശ്യം റീച്ച് ആയിക്കോളും. ഈ ജോലി തേടി അറിയുന്നവർക്കൊക്കെ ഈ വീഡിയോ സജസ്റ്റ് ആയിട്ട് ചെല്ലും. എൻ്റെ വീഡിയോസ് അവിടെ എത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും നല്ലത്, ഈ വീഡിയോ കണ്ട് അവർക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അതോർത്ത് പറഞ്ഞതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോഴും ഈ ലൈക്ക് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ വീഡിയോ ഈ യൂട്യൂബ് റീച്ച് ആയിട്ട് കൊടുക്കും, ഒരുപാട് റീച്ച് കൊടുക്കും, ഒരുപാട് സ്ഥലത്ത് സജസ്റ്റും കൊടുക്കും. അതുകൊണ്ട് നിങ്ങളൊക്കെ മാക്സിമം ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരെ കമൻറ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാനിപ്പോൾ തന്നെ ഇറക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യ്, കമൻറ്റ് ചെയ്യാനുള്ളവർ കമൻറ്റ് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് തന്നെ ഇറക്കാം, ഇപ്പം തന്നെ ഇറക്കാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പം തന്നെ ഇറക്കാം. അപ്പോൾ അതാകുമ്പോൾ 2 വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ടു ഓൾ.